ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുൻപ് പറയുന്ന പോലെ കുറച്ച് വെറൈറ്റി ഇൻഫർമേഷനാണ്. അപ്പോൾ മുൻപ് എല്ലാ വീഡിയോസിലും നമ്മൾ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. എന്നാൽ ഇത് കുറച്ച് വെറൈറ്റി ഉള്ളൊരു ലോൺ ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഒരു 10-20% ആൾക്കാർ കേട്ടിരിക്കുന്നതിനെക്കുറിച്ച്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കുറച്ച് നമുക്കിതിൽ ലോൺ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളും ബെനിഫിറ്റും മറ്റ് ഫീച്ചേഴ്സും എല്ലാം ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലോൺ ആപ്ലിക്കേഷനാണ്, പ്രത്യേകിച്ച് സിബിൽ ഡിഫോൾട്ടേഴ്സിന്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളത്, ഇത് 18 മാസത്തെ സിബിൽ എൻക്വയറി മാത്രമേ ഇവർ നോക്കിയുള്ളൂ. അതായത് 1.5 വർഷത്തെ, കഴിഞ്ഞ 1.5 വർഷത്തെ സിബിൽ ഡീറ്റെയിൽസ് മാത്രമേ അവർ നോക്കിയുള്ളൂ. മറ്റ് ഫിനാൻസൊക്കെ ഇപ്പോൾ നമുക്ക് ബാങ്കിനെ എടുക്കാം, HDFC എടുക്കാം, ICICI എടുക്കാം, ഇൻഡസ്ഇൻഡ് ബാങ്ക് എടുക്കാം, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരുപാട് മുത്തൂറ്റ് ഫിനാൻസ് എടുക്കാം, പിന്നെ ചോളമണ്ഡലം, അങ്ങനെ ഏത് NBFC എടുത്താലും അവരൊരു പ്രീവിയസ് 5 ഇയേഴ്സ് ഹിസ്റ്ററി, നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി വിൻറ്റേജും അവർ നോക്കും. അപ്പോൾ അതിലേതെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ലോൺ റിജക്റ്റ് ആവും. പക്ഷേ ഇവർ കഴിഞ്ഞ 1.5 വർഷത്തെ ഡീറ്റെയിൽസ് മാത്രമേ നോക്കുകയുള്ളൂ. അത് നല്ലൊരു ഓപ്ഷനാണ് ഈ സിബിൽ ഇഷ്യൂ ഉള്ളവർക്ക്. ഓക്കെ, കാരണം ഈ 1.5 വർഷത്തിന് മുമ്പാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്യൂ സംഭവിച്ചെങ്കിൽ, സിബിൽ ഇഷ്യൂ ഉള്ളതെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. അവർ ഈ 1.5 വർഷത്തെ ഡീറ്റെയിൽസ് മാത്രമേ നോക്കിയുള്ളൂ. അതുകൂടാതെ നിങ്ങൾക്ക് 90 ഡിലേ ഇൻ പേയ്മെൻറ്റ്, ലാസ്റ്റ് 12 മാസത്തിൽ 90 ഡിലേ പേയ്മെൻറ്റ് വരികയാണെങ്കിൽ കുഴപ്പമില്ല. അതായത് 90 ദിവസത്തെ ഡിലേ പേയ്മെൻറ്റ്, 3 മാസത്തെ ഡിലേ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അവർ ചെയ്യും. 90-ൽ കൂടുതരുത്. അപ്പോൾ പറഞ്ഞാൽ മനസ്സിലായല്ലോ, അവസാനത്തെ 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് 90 ഡിലേ പേയ്മെൻറ്റ് വരാൻ പാടില്ല, അതിൽ കൂടുതൽ വരാൻ പാടില്ല. അവസാനത്തെ 3 മാസത്തിനുള്ളിൽ 30 കൂടുതൽ ഡിലേ പേയ്മെൻറ്റ്, 30 ദിവസത്തിൽ കൂടുതൽ ഡിലേ പേയ്മെൻറ്റ് വരാനും പാടില്ല. മറ്റ് ബാങ്കുകളൊന്നും ഇത്രയും എന്താ പറയുന്ന ഒരു ബെനിഫിറ്റ് കൊടുക്കുമെന്ന് എനിക്ക് അറിയില്ല. ഇത് നോക്കുമ്പോൾ എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി സിബിൽ സ്കോർ നിങ്ങൾക്ക് 660 സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ ചെയ്യും. നമ്മൾ താരതമ്യേന മറ്റ് ബാങ്കുകളും NBFC ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 660 എന്ന് പറയുമ്പോൾ താരതമ്യേന കുറഞ്ഞ സിബിൽ സ്കോർ തന്നെയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ മറ്റേതെങ്കിലും ബാങ്കിൽ പോയവരാണെങ്കിൽ 700 വേണം, 725 വേണം, ഈവൻ 750 വേണമെന്ന് പറയുന്ന ബാങ്കിങ്സ് അല്ലെങ്കിൽ NBFC വരെ ഉണ്ട്. ഇനി ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ വയസ്സ് 23-നും 55-നും ഇടയിൽ ആയിരിക്കണം നിങ്ങളുടെ പ്രായം. ഇത് നിങ്ങൾക്ക് സാലറി ഉള്ളവർക്കും കൊടുക്കും, സെൽഫ് എംപ്ലോയീസിനും കൊടുക്കും. പക്ക സാലറിയാണ് എന്താ പറയുന്നത് ഞാൻ ഈ പറയുന്നത്. മിനിമം 20,000 സാലറി നിങ്ങളുടെ അക്കൗണ്ടിൽ വേണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ലോൺ കിട്ടുകയുള്ളൂ. ഓക്കെ, ഇനി സാലറി, ഇവർക്ക് ഡോക്യുമെൻ്റ് വേണ്ടത് നിങ്ങളുടെ സാലറി ക്രെഡിറ്റ് ആവുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ലാസ്റ്റ് 6 മാസത്തെ സാലറി ക്രെഡിറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കണം. ഓക്കെ, അതാണ് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് ആൾക്കാർ എന്നെ ഈ സ്പോട്ടിലും എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് 90 ദിവസത്തെ അല്ലെങ്കിൽ 2 മാസത്തെ ഡിലേ വന്നിട്ടുണ്ട് ഒരു വർഷത്തിനിടയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ഇഷ്യൂസ്, ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടും. അത് അവർക്കൊക്കെ നല്ല സാലറിയുള്ള ആൾക്കാരാണ്, അതായത് 30-ഉം 50-ഉം 70-ഉം സാലറിയുള്ള ആൾക്കാരുണ്ട്. പക്ഷേ എന്ത് പ്രയോജനം, അവർക്ക് എന്തോ ഒരു 3 മാസത്തെ ഡിലേ വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര സാലറിയുള്ള ആളാണെങ്കിലും ചില മാസങ്ങളിൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ അങ്ങനെ പെട്ടുപോയവർക്ക് ഒരു 90 ഡിലേ, അതായത് 90 ദിവസത്തെ ഡിലേ ഉള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലോൺ ആപ്ലിക്കേഷനാണ് നമ്മുടെ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ പിൻകോഡ് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, കേരളത്തിൽ ഒട്ടുമിക്ക പിൻകോഡിലും അവർ ചെയ്യും, എന്നാൽ കുറച്ച് റിമോട്ട് ഏരിയാസ് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പിൻകോഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പിൻകോഡ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ കാണാം. പിന്നെ ഇത് അധികം സമയമൊന്നും അപ്രൂവൽ ആകാൻ അധികം സമയമൊന്നും വേണ്ട. അവർ പറയുന്ന മാക്സിമം സമയം എന്ന് വെച്ചാൽ 2 hours. അതായത് അവർ 1 മണിക്കൂറേ പറയുന്നെങ്കിലും ഞാൻ 1 മണിക്കൂർ കൂട്ടി പറഞ്ഞതാണ് 2 hours. കാരണം അവർ പരസ്യത്തിന് വേണ്ടി അങ്ങനെ പറയും, 1 മണിക്കൂർ 10 മിനിറ്റ് എന്നൊക്കെ പറയും. പക്ഷേ മാക്സിമം ഒരു 2 hours നിങ്ങൾക്ക് ഈ പറയുന്ന എലിജിബിലിറ്റിക്ക് അണ്ടറിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലോൺ കിട്ടും. അപ്പോൾ ഞാൻ ഫില്ല് ചെയ്യുന്ന ഡീറ്റെയിൽസ് കാണിച്ചു തരാം, കാരണം നിങ്ങൾക്കിത് ആവശ്യമില്ല. കാരണം എല്ലാവർക്കും ഫില്ല് ചെയ്യുന്ന ഡീറ്റെയിൽസും എഴുതാനും വായിക്കാനും അറിയാവുന്നവരും എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആൾക്കാരുമാണ് ഈ ചാനൽ കൂടുതലും ഉള്ളതെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് ഇവിടെ നമ്പർ കൊടുക്കാം, OTP വരും.
OTP വന്നിട്ട് ഈ ഫില്ല് ചെയ്യുന്ന ഡീറ്റെയിൽസ്, അതായത് നിങ്ങൾക്ക് ചെറിയ ചെറിയ ഇഷ്യൂസ് കൊണ്ട് ഇത് റിജക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വരുന്നുള്ളൂ. കാരണം നമ്മുടെ ആധാർ കാർഡിലുള്ള പേരും ചിലപ്പോൾ പാൻ കാർഡിലുള്ള പേരും ചിലപ്പോൾ ഡിഫറെൻ്റ് എന്ന് വെച്ചാൽ സെയിം പേര് തന്നെ ആയിരിക്കും. ചിലപ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, ചില കേസിൽ നമ്മുടെ ആ ഒരു ഇനിഷ്യൽ അവർ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരരുത്. നിങ്ങൾ പാൻ കാർഡിലുള്ള അതേ പേര് തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ പാൻ കാർഡ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മിസ്മാച്ച് എന്ന് പറഞ്ഞാൽ റിജക്റ്റ് ആവും. ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ പേര് നിങ്ങളുടെ മിഡിൽ നെയിം ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ കൊടുക്കുക. ലാസ്റ്റ് നെയിം, പാൻ കാർഡ് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ അഡ്രസ്സ്, കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. ഇതാർക്കും ഒന്നും തോന്നരുത് കേട്ടോ, കാരണം നമുക്കിതെല്ലാം, എനിക്കറിയാം നിങ്ങൾക്കിതെല്ലാം അറിയാം ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ എന്തിനാണ് പുള്ളി ഇങ്ങനെ കാണിച്ചു തരുന്നതെന്ന് ചോദിക്കരുത്. ചില ആൾക്കാർ കാണുമല്ലോ, ചില കേസിൽ ഡൗട്ട് വരാം, അവർക്ക് വേണ്ടി മാത്രമാണ് കാണിക്കുന്നത്. ഇനി നിങ്ങളുടെ ജെൻഡർ, മെയിലാണോ ഫീമെയിലാണോ എന്ന ഓപ്ഷൻ ഇവിടെ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കറണ്ട് അഡ്രസ്സ്, ഇപ്പോൾ താമസിക്കുന്ന അഡ്രസ്സ്, അതിൻ്റെ പിൻകോഡ്. അപ്പോൾ നോർമലി സിറ്റി അവിടെ വരും, സ്റ്റേറ്റും അവിടെ വരും. പിന്നെ പ്രൊഫഷണൽ ഡീറ്റെയിൽസ്, ഇവിടെ സാലറീസ് ഉണ്ട്, സെൽഫ് എംപ്ലോയ്. സാലറീസിനും സെൽഫ് എംപ്ലോയീസിനും മാത്രമേ കിട്ടുള്ളൂ, സ്റ്റുഡൻറ്റ് അതേഴ്സ് ഒന്നും കിട്ടുകയില്ല. പിന്നെ മോഡ് ഓഫ് സാലറി ത്രൂ ബാങ്ക് അക്കൗണ്ട് തന്നെ ആയിരിക്കണം. അതേപോലെ തന്നെ മന്ത്ലി സാലറി ഇൻകം ഇവിടെ കൊടുക്കുക. ലോൺ എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത് അത് ഇവിടെ കൊടുക്കുക. അപ്പോൾ എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ മുമ്പും ഒരുപാട് വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്, എത്ര വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ നമുക്കൊരു എലിജിബിലിറ്റി ബാങ്ക് കിട്ടിയിട്ടുണ്ട്, അത്രയേ കിട്ടിയുള്ളൂ. നമുക്ക് ഒരുപാട് ലോൺസ് ഉണ്ട്, ഒരുപാട് ഒബ്ലിഗേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 80,000 രൂപ സാലറി കാണാം, പക്ഷേ നിങ്ങൾക്ക് 8 ലക്ഷം 10 ലക്ഷം രൂപ ലോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 ലക്ഷം രൂപയെ ലോൺ കിട്ടുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എത്ര വർഷമാണ് വേണ്ടത്, ലോൺ ടെന്യൂർ വേണ്ടത്, അതിവിടെ മാസത്തിൽ കൊടുക്കുക. 3 വർഷമാണെങ്കിൽ 36 മാസത്തിൽ കൊടുത്തിട്ട് ഗെറ്റ് ലോൺ ഓഫേഴ്സ് കൊടുക്കുക. ഇനി നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്ത് ലോൺ എലിജിബിലിറ്റി എല്ലാം ചെക്ക് ചെയ്ത് ഒരു മാക്സിമം പറഞ്ഞല്ലോ ഒരു 2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്കിത് ലോൺ കിട്ടും. ഇത് നേരെ നമ്മൾ റീഡയറക്റ്റ് ചെയ്യും, ആ ഒരു ഫിനാൻസിൻ്റെ ഓപ്ഷനിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. റെഫറൽ കോഡ് അത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഉണ്ടെങ്കിൽ കൊടുക്കുക. ഇപ്പോൾ ഇല്ലല്ലോ, റെഫറൽ കോഡൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് എന്താ പറയുന്നത്, ഇത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, സെൻഡ് OTP കൊടുക്കുക. OTP കൊടുത്ത് വെരിഫൈ ചെയ്യുക. വെരിഫിക്കേഷൻ ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ പാൻ നമ്പർ കൊടുക്കുക, നെയിം ഓഫ് പാൻ കാർഡ്, ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ കാർഡ് നമ്പർ ഇവിടെ കൊടുക്കുക. നമുക്ക് അതിനുശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഇവിടെ ഇതെല്ലാം അറിയല്ലോ, ടൈറ്റിൽ മിസ്റ്റർ ആണോ മിസ്സസ് ആണോ അത് ഓപ്ഷൻസ് കൊടുക്കുക. പിന്നെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം അത് ഓപ്ഷൻ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഫാദർ നെയിം, ഇവിടെ എല്ലാം ഫാദർ നെയിം കറക്റ്റായിട്ട് കൊടുക്കുക. റെസിഡൻഷ്യൽ ടൈപ്പ് ഇന്ത്യൻ തന്നെ കൊടുക്കുക. ഫാദേഴ്സ് നെയിം ഇവിടെ കൊടുക്കുക. റെസിഡൻസ് മീൻസ് പിന്നെ പേഴ്സണൽ മെയിൽ അഡ്രസ്സ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. പിൻകോഡ്, സിറ്റി, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് ഇവിടെ എല്ലാം കൊടുക്കുക. അഡ്രസ് ടൈപ്പ്, അത് നിങ്ങളുടെ വീട് ഓൺഡാണോ റെൻ്റാണോ എന്ന് കൊടുക്കുന്ന ഓപ്ഷനുണ്ട്. ഒന്നുകിൽ ഓൺഡായിരിക്കണം, അല്ലെങ്കിൽ പേരൻ്റ് ഓൺഡായിരിക്കണം, അല്ലെങ്കിൽ പേരൻ്റ് ഓൺഡായിരിക്കണം. അല്ലാതെ ഈ ചിലപ്പോൾ സ്പോസ് ഓണിനും കിട്ടും, റെൻറ്റഡ് ലീസിൽ നിന്ന് കിട്ടില്ല. ഓക്കെ, ആ ഒരു ചാൻസ് കുറവായിരിക്കും. ഇതൊക്കെ അറിയാമല്ലോ. സ്റ്റേ ഇൻ കറണ്ട് അഡ്രസ്സ്, എത്ര ഇയേഴ്സ് ആയിട്ട് നിങ്ങൾ കറണ്ട് അഡ്രസ്സിൽ താമസിക്കുന്നതെന്ന് ഇവിടെ ചോദിക്കും, അത് ക്ലിയർ ആയിട്ട് കൊടുക്കുക. പിന്നെ എത്ര മാസവും ഇവിടെ കൊടുക്കുക, മാസവും വർഷവും കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. ഇതിനുശേഷം നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും സാലറി സ്ലിപ്പും മറ്റും ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുന്ന ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കൊടുക്കാത്തതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് സിബിൽ എൻക്വയറീസ് കൂടിയിട്ടുണ്ട്, ഒരു 10, 30, 40 എണ്ണം ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു 2-3 മാസം കഴിഞ്ഞ് ലോൺ എടുക്കാനുള്ളതാണ്. ഇനി എൻക്വയറി വരികയാണെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടാകും, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കാണിക്കാത്തത്. ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.